ഒരു ആക്ഷനും പറയാം എങ്ങനെയാ പറയണ്ടെന്ന്. ഞങ്ങൾ ഇന്ന് മറൈൻ എക്സ്പോ കാണാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് ഒരുമിച്ച് മറൈൻ എക്സ്പോ കാണാം. ഹലോ ഗായ്സ്, സോ നമ്മളിന്ന് എവിടെയാണുള്ളത്? മറൈൻ എക്സ്പോയിൽ. എവിടെ? തൃശ്ശൂർ. അതെ, ലൈക്ക് മറൈൻ എക്സ്പോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് വി ആർ പൊന്നാനി കവീസ് ഓഫ് കോഴ്സ്. അതെ, പിന്നെ വീഡിയോ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ നിങ്ങളിങ്ങനെ വാവ് ആയിട്ടിരിക്കുന്നുണ്ടാവും. കാരണം മെർമെയ്ഡാണ് വീഡിയോ ലാസ്റ്റ് വരുന്നത് എന്ന് വെച്ചിട്ട് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വീഡിയോ പതുക്കെ കണ്ടുപോക്കോളൂ. ലൈക്ക് അലോങ് വിത്ത് ദിസ് വീഡിയോ എൻ്റെ ഓരോ ലൈക്ക് ചളി കുറേ വാരി എറിയുന്ന വേർഡ്സൊക്കെ കിട്ടുന്നതായിരിക്കും. സോ എന്താ ചെയ്യുക, ഇപ്പോൾ എൻ്റെ ഒപ്പം അവിടെ നിൽക്കുക തന്നെ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ലൈക്ക് ഈ ഒരു എക്സ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് 3 ഇതായിട്ടായിരുന്നു. ഫസ്റ്റ് ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്നതാണ് അന്റാർട്ടിക്ക സ്നോലാൻഡ്. അന്റാർട്ടിക്ക സ്നോലാൻഡ് എന്നൊക്കെ പറഞ്ഞാലും സാധനം നല്ല ചൂടായിരുന്നു അവിടെ. സത്യം പറയാമല്ലോ, ലൈക്ക് അന്റാർട്ടിക്ക എന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും ഈസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ നല്ല ചൂടായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അത് ഞാനാണ്. ഓക്കെ, ലൈക്ക് അവിടെ അധികം ഒന്നും ഉണ്ടായില്ല. ലൈക്ക് പോളാർ ബേഴ്സിന് കുറേ സ്റ്റാച്യൂസ്, പിന്നെ ഇപ്പോൾ കാണുന്നത് കുതിര. അതെ, പിന്നെ ലൈക്ക് സ്നോമാനൊക്കെ വരുന്നത് എവിടെ വരുന്നതെന്ന് എനിക്കറിയില്ല. യെസ്, ഇതൊരു വീടാണ് അയൽവക്കത്തെ. ഓക്കെ, ഓ മൈ ഗോഡ്, ആപ്പിൾ ട്രീസ്. യെസ്, എന്താണെന്നറിയാമല്ലോ, പിന്നെ ഞാനായിട്ടിങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പോളാർ ബെയർ വന്നു. ഓ മൈ ഗോഡ്, എന്താണിത്? അയ്യോ, റോസിൻ്റെ തോട്ടം. ഞങ്ങൾ പറിക്കാൻ നോക്കിയെങ്കിലും സെക്യൂരിറ്റി വന്നിട്ട് ഞാൻ ഇറങ്ങി ഓടണ ക്ലിപ്സൊന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല. സോ യാ, അതവിടെ വെച്ച് നിന്നു. പിന്നെ നമ്മൾ എത്തിയതാണ് ഡീപ്പ് വാട്ടർ ടണലും പിന്നെ മെർമെയ്ഡും. എനിക്കറിയില്ല ഞാൻ പൊന്നാനിക്കാഴി ആയതുകൊണ്ടാണെന്ന്, പക്ഷേ മീനുകൾ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഇനി പോയി വീഡിയോ എടുക്കണമെന്നാണ് ഞാൻ അമ്മയോട് ചോദിച്ചത്. കാരണം ഞാൻ മൊത്തം ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയം പൊളിച്ച് ഈ വീഡിയോ പകുതി നിൽക്കുകയായിരുന്നു. അത് അമ്മ എടുത്തില്ല. നല്ല കാര്യം. ഓക്കെ, കുറേ മീനുകൾ കണ്ടിട്ട് അമ്മ ആകെ പറഞ്ഞത് ഈ മീനൊക്കെ വെട്ടി തിന്നാൻ പറ്റുമെന്നാണ്. ഞാനിങ്ങനെ എന്താ അമ്മ പറയണേ, ഞാൻ അങ്ങനെ അത് ഏതൊരു മീനിനെ കണ്ടിട്ട് അമ്മ ചോദിച്ചത് ഇത് കരിമീനാണോ ഐക്കൂറാണ് അങ്ങനെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടായി. ഞാൻ മൈൻഡ് ചെയ്യാൻ നിന്നില്ല. അതാ പിന്നെ ഞാൻ എന്നെ കാണുന്നു. അതെ, ഹായ്. ഓക്കെ, ഞാൻ പിന്നെയും പോയി. ഓക്കെ, അങ്ങനെയൊക്കെ ഓരോന്നായിരുന്നു. മീനുകൾ കണ്ടപ്പോൾ ഞങ്ങൾ ഉല്ലാസിതരായി എന്ന് പറയാം. ഞാൻ എന്തൊക്കെ പറയണം എനിക്കറിയില്ല, ബട്ട് യാ, നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ ഈ ടണ്ണിൻ്റെ ഉള്ളിൽ കൂടെ കയറിയപ്പോഴും പുറത്തുനിന്ന് ഇറങ്ങിയെങ്കിലും ലൈക്ക് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അടിപൊളി എന്നല്ല, ബട്ട് ലൈക്ക് യെസ്, ഇറ്റ് വാസ് ഗുഡ്. നല്ല ക്രൗഡഡ് ആയിരുന്നു, നല്ല തിരക്കുണ്ടായി. ഞങ്ങൾ പോയത് ലൈക്ക് രാവിലെ ഒന്നും പറയാൻ പറ്റില്ല. 2 മണിക്കാണ് ഓപ്പണിങ്. ഞങ്ങൾക്ക് അറിയുണ്ടായില്ല. 2 മണിക്ക് ആയിരുന്നു ഇതിൻ്റെ ഓപ്പണിങ്. അപ്പോൾ അപ്പോഴാണ് പോയത്. നല്ല തിരക്കുണ്ടായി. ഇനി രാത്രിൻ്റെ സമയമൊന്നും എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. 2 മണിക്കാണ് ഞങ്ങൾ പോയത്. നല്ല തിരക്കുണ്ടായി. നല്ല നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ പോയത്. നട്ടപ്രാന്തുള്ള ആൾക്കാരുമായിട്ട് തന്നെ ഞങ്ങൾ നട്ടുച്ചയ്ക്ക് തന്നെ പോയി. ഇനി ഇങ്ങനത്തെ നട്ടപ്രാന്തൊന്നും ചെയ്യരുത് പ്ലീസ്. ഉള്ള വേലൊക്കെ കൊണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും ചൂടെടുക്കേണ്ട അവസ്ഥയായിരുന്നു. യെസ്. പിന്നെ ഇവർ ഓരോരോ കളർ ഉള്ള വെള്ളത്തിലാണെന്ന് തോന്നുന്നു. ലൈക്ക് കളറുള്ള വെള്ളമല്ല, ലൈക്ക് ലൈറ്റ് വെച്ചിട്ട് ഓരോ കളറിനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഫസ്റ്റ് എൻ്റെ ബ്ലൂ ആയിരുന്നു, പിന്നെ ഗ്രീൻ, പിന്നെയും ബ്ലൂക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് പച്ചവെള്ളത്തിൽ നമ്മൾ കുറേ അയിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതാണ് കാണുന്നത്. അയില അല്ലാന്ന് എനിക്കറിയാം, പക്ഷേ ആസ് എം എ പൊന്നാനി കവി അയിലയാന്ന് തോന്നുന്നു. അത് എനിക്കറിയില്ല. അയിലാണോ മത്തിയാണോ എന്തോ വലിയ മീനാണ്. പിന്നെ കുഞ്ഞു കളർഫുൾ മീൻസാണ് കാണുന്നത്. ഇത് കണ്ടിട്ട് എൻ്റെ മൊത്തത്തിൽ വായ പൊളിച്ചിരിക്കുകയാണ്. ഞാൻ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. അതെ, നല്ല രസമുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. മൊമെൻറ്റ് മനസ്സിലായില്ലെങ്കിൽ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നുണ്ട്. ഓക്കെ, കുറേ മീനുണ്ടായി. പച്ച, ലൈക്ക്
പച്ച ഉണ്ടായി, യെല്ലോ ഉണ്ടായി. യെസ്, അതവിടെ കഴിഞ്ഞ. ഓക്കെ. പിന്നെ യെസ്, ഇതിനെ കണ്ടിട്ടാണ് അമ്മ പറഞ്ഞു ഇത് വെച്ച് മീൻ വയ്ക്കാൻ പറ്റുമെന്ന്. ഞാൻ എൻ്റെ ഭയം പിടിച്ചിരിക്കുന്നു. അമ്മ എന്താ പറയുന്നത്? യെസ്, ഞാൻ നേരത്തെ അതേ പറഞ്ഞു. ഇത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു അയിലയാണെന്ന്. പക്ഷെ അത് അയില എല്ലാം തോന്നി. എൻ്റെ ഇടയിൽ കൂടെ ഗോൾഡ് ഫിഷൊക്കെ കയറി. അത് ഗോൾഡ് ഫിഷ് ഉണ്ടല്ലേ? കുറേ നേരം എൻ്റെ വോയിസ് ബ്ല 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 എന്ന് പറഞ്ഞ് കേൾക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ കേൾക്കൂ, അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത്. ബെയർ വിത്ത് മീ. ഓക്കെ. യെസ്, പിന്നെ നമ്മൾ ഈ ക്രാബിനെ കണ്ടു. യെസ്, ലാസ്റ്റ് ടൈം ഫൈനലി നമ്മൾ മെർമെയ്ഡിനെ കണ്ടു. മത്സ്യകന്യക. അങ്ങനെ തന്നെയല്ലേ പറയുക. സത്യം പറയുകയാണെങ്കിൽ ശരിക്കും പാവമാണ് തോന്നിയത്. ലൈക്ക് ഇറ്റ് ഈസ് മെസ്മറൈസിങ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഇത് അടിപൊളിയാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് പ്രിറ്റി ആൻഡ് ഓൾ. ബ്യൂട്ടിഫുൾ സൈറ്റ്, പ്രിറ്റി സൈറ്റ് ഒക്കെയാണ്. പക്ഷേ ഇനി അറിയില്ല, ഇത് ഭയങ്കര ടഫ് ജോലിയായിരിക്കും തോന്നുന്നു. കാരണം ആൾ വെള്ളത്തിലേക്ക് ഒരു 2-3 മണിക്കൂറൊക്കെ ഏകദേശം ഷിഫ്റ്റായിട്ട് എടുക്കണമെങ്കിൽ അറിയില്ല. പക്ഷേ ലൈക്ക് ഓ മൈ ഗോഡ്, എനിക്കറിയില്ല. ആൾ ലൈക്ക് ഓക്സിജൻ ഇൻടേക്ക് എടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് മേലേക്ക് പോയിട്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരുന്നത്. ദിസ് വാസ് എൻ അമേസിങ് സൈറ്റ്. യെസ്, മെസ്മറൈസിങ് വൺ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.